ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതുസ് ഹെയർ കെയർ. എൻ്റെ വീഡിയോസ് ആദ്യം മുതലേ കാണുന്നവർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈയിടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. മുടിയുടെ തിക്നെസ് പെട്ടെന്ന് കൂടിയില്ല, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. മുടിയുടെ തിക്നെസ് പെട്ടെന്ന് കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടിപ്പ് എനിക്കൊരു ആദിവാസി പെണ്ണ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയത്. ഇതിലെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്, പക്ഷേ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ആക്കിയിട്ട് ആദ്യത്തെ ഒരു അറിവായിരിക്കും. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ആ ബെല്ലൈക്കൺ ഇല്ലേ, അത് മറക്കാതെ പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക കേട്ടോ. നമുക്കൊരു ചാനലല്ല, 2 ചാനലുണ്ട്. ടിപ്സ് ഫോർ A to Z ഗീതുസ് ഹെയർ കെയറും. മാത്രമല്ല നമ്മളൊരു 6 വർഷമായിട്ട് മുടി കൊഴിച്ചിൽ വെറും 7 ദിവസം കൊണ്ട് മാറാനും കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറി സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് 11 പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, ഉപയോഗിച്ച റിസൾട്ട് കാണാനായിട്ട്, എങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് അറിയാനായിട്ട് വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കുക. പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. മുടിയുടെ കട്ടി ഉള്ളൊക്കെ കൂട്ടാനായിട്ട്, കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ട് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ആഴ്ചയിൽ 3-4 വട്ടം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നമ്മൾ ഹെയറിലേക്ക് ചെയ്യേണ്ടി വരില്ല. അത്രയും നല്ല കിഡിലെ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചെമ്പരത്തി പൂവാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ ചെമ്പരത്തി അല്ല, കട്ട ചെമ്പരത്തിയാണ്. എനിക്ക് നാടൻ ചെമ്പരത്തി കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഏത് ചെമ്പരത്തി ഉപയോഗിച്ചിട്ടായാലും ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ്. ഫാസ്റ്റായിട്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 6-7 ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി അതിലെ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ചെമ്പരത്തിപ്പൂവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പണ്ടുള്ള മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ നമുക്ക് ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുടി വളർച്ചയ്ക്കായിട്ട്, മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സംഭവം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ ചെയ്യാറില്ല അല്ലേ. ഇത് കാപ്പിപ്പൊടിയാണ് കേട്ടോ. നമ്മളുടെ ചെമ്പരത്തിപ്പൂവ് നന്നായി കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് എതിളാക്കി കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറും ചേർത്ത് അല്പം മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു മിക്സ് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യുക. സ്കാൾപ്പിലാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ തലയിൽ വെച്ചിരിക്കുക. അതിന് ശേഷം കഴുകിക്കളയുമ്പോൾ ദയവ് ചെയ്ത് ഷാമ്പു ഉപയോഗിക്കരുത് കേട്ടോ. നാച്ചുറലായിട്ടുള്ള എന്ത് സംഭവം ചെയ്യുമ്പോഴും ഷാമ്പു വാഷ് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുടിയുടെ കരുത്ത് കൂട്ടാനായിട്ട്, മുടി കൊഴിച്ചിൽ മാറാനായിട്ട്, അകാലനര പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് എല്ലാത്തിനും നല്ലതാണ്. ഇത് മുതിർന്നവർക്ക് മാത്രമല്ല കുഞ്ഞുമക്കൾക്കായാലും ചെയ്യാവുന്നതാണ്. കുഞ്ഞുമക്കൾക്കൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി. ചെമ്പരത്തിപ്പൂവിലെ അമിനോ ആസിഡ് നമ്മളുടെ മുടി സ്ട്രോങ് ആയിട്ട് വളർത്താനായിട്ട്, പ്രീമച്വർ ഗ്രേ ഹെയർ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കി, താരം പോലുള്ള പ്രശ്നങ്ങളും മുടി കൊഴിച്ചിലും ഇല്ലാതാക്കി മുടി പെട്ടെന്ന് വളർത്താനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. മുടി വളർച്ച കൂട്ടാനായിട്ട് ചെമ്പരത്തിപ്പൂവും ഇലയും ഒരേപോലെ തന്നെ നല്ലതാണ്. നമ്മൾക്ക് വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പല രീതിയിലുള്ള പാക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതിൽ കാപ്പിപ്പൊടി ചേർത്തിരിക്കുന്നത് നമ്മളുടെ മുടിക്ക് നന്നായിട്ട് കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാത്രമല്ല നല്ല തിളക്കം കിട്ടാനായിട്ടും കാപ്പിപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. കാപ്പിയിലെ കഫീൻ നമ്മളുടെ തലയോടിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട്, മുടി കൊഴിച്ചിൽ മാറ്റി മുടി നന്നായി വളർത്താനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. നമുക്ക് കാപ്പി ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആഴ്ചയിൽ 4-3 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ കട്ടിയൊക്കെ പെട്ടെന്ന് കൂട്ടാനായിട്ട്, കട്ടി കൂട്ടാൻ മാത്രമല്ല കേട്ടോ, നീളം വെക്കാനായിട്ട്, കൊഴിച്ചിൽ മാറാനായിട്ട് നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ പാക്കാണ് കേട്ടോ. കാപ്പി വെള്ളം തിളപ്പിച്ച് തണുത്തതിന് ശേഷം മുടി കഴുകുന്നത് മുടിക്ക് നല്ല തിളക്കവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാനായിട്ട്, സിൽക്കി ഹെയർ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാപ്പിപ്പൊടി ഉപയോഗിച്ച് അല്പം വെളിച്ചെണ്ണയിലോ വെള്ളത്തിലോ മിക്സാക്കി നമ്മളുടെ സ്കാൾപ്പ് മസാജ് ചെയ്യുന്നത് നമ്മുടെ സ്കാൾപ്പിലെ ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷനിൽ കൂടുതൽ ആളുകൾ ആണ് പെണ്ണ് വ്യത്യാസം ഇല്ലാതെ ഒരു 18 വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് അകാലനര മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വഴിയാണ്. വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ. മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ.